അപ്പോൾ ഒരു കാര്യം കൂടി, ഈ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശമുണ്ടല്ലോ പുറത്തിറങ്ങരുത് എന്നുള്ളത്. അതായത് വളരെ കൃത്യമായി ജനങ്ങളോട്, പ്രവാസികളോട് അത്തരത്തിൽ ഇന്ത്യൻ എംബസിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം നൽകണമെങ്കിൽ അവിടെ കായികപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളിൽ നിന്ന് നടക്കാനുണ്ട് എന്നുള്ള സൂചന കൂടി അതിൽ വരുന്നില്ലേ? എങ്ങനെയാണ് അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതികരണം വരുന്നുണ്ടോ ഏതെങ്കിലും തരത്തിൽ? അത് ഇന്ത്യ വലിയ ഗൗരവത്തോടു കൂടിയാണ് വിഷയത്തെ നോക്കിക്കാണുന്നത്. എൽദോ സൂചിപ്പിച്ചതുപോലെ ഇത്രയും കാലം ഇത് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ ഒരുപക്ഷെ നിലവിട്ട് ഈ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കുമോ എന്നുള്ള ഭയം ഉണ്ട്. അത് ഈ ഊർജ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്കാകാം, ഗതാഗത സംവിധാനങ്ങളിലേക്കാകാം, പാലങ്ങൾ പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലേക്കാകാം. അപ്പോൾ ഇതൊക്കെ സാധാരണഗതിയിൽ പൗരന്മാരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങളാണ്. സ്വാഭാവികമായും അത്തരം ഘട്ടങ്ങളിൽ ഒരു ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. അതിൻ്റെ ഒരു സൂചന തന്നെ സ്വാഭാവികമായും സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായേക്കാം എന്ന ആശങ്കയാണ്. അതുകൊണ്ടാണ് 48 മണിക്കൂർ യാതൊരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം രാജ്യം അവിടെയുള്ള നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകിയിട്ടുള്ളത്. അതെല്ലാവരും ജാഗ്രതയോടുകൂടി പാലിക്കണം എന്ന് വ്യക്തമാക്കുകയും ചെയ്തത്. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും അവരുടെ പൗരന്മാരോട് സമാനമായ രീതിയിൽ ജാഗ്രത പാലിച്ചുകൊണ്ട് നീങ്ങണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനികളോട് തന്നെ ഇസ്രായേൽ പറയുന്നത് ഇന്ന് ട്രെയിൻ യാത്രകളൊക്കെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തണം എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ നൽകുന്ന ഒരു സൂചന സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം ഉണ്ടായേക്കുമോ എന്ന ആശങ്കയാണ്. ഏതായാലും ടെഹ്റാനിലും മറ്റു നഗരങ്ങളിലുമൊക്കെ ഇറാനിൽ വലിയ തോതിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നു. ഒപ്പം ഇറാൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നു. പരിസരത്തുള്ള ഈ ഡമാസ്കസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മിസൈലുകൾ വരുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. സിറിയൻ സ്റ്റേറ്റ് TV പോലും ഇറാനിൽ നിന്ന് വന്ന 7 ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. അതുപോലെ സൗദി പ്രതിരോധ മന്ത്രാലയവും സമാനമായ ബാലിസ്റ്റിക് മിസൈലുകൾ തടയാൻ കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. താൽക്കാലിക വെടിനിർത്തൽ എന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ ഇറാൻ, അതായത് US മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും തള്ളുകയാണ്. താൽക്കാലിക വെടിനിർത്തലിനായി ഇറാൻ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ ആയി US നൽകിയ എല്ലാം തള്ളുകയാണ്. അത് തങ്ങളുടെ താല്പര്യം പരിഗണിച്ചു കൂടി വേണം യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കാൻ എന്ന നിലപാട് അവർ ആവർത്തിക്കുന്നു. യുദ്ധത്തിൽ തകർന്നു പുനർനിർമ്മിക്കാനുണ്ട്, മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കണമെന്നും ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കണമെന്നും അതുപോലെ ഉപരോധങ്ങൾ നീക്കണമെങ്കിലുമൊക്കെ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. നേരത്തെ ഇറാൻ ആവശ്യപ്പെട്ടൊരു കാര്യം, ഈ യുദ്ധത്തിനുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ തുക അമേരിക്കയ്ക്ക് നൽകാൻ ബാധ്യസ്ഥരാണവർ എന്ന തരത്തിൽ അങ്ങനെയൊക്കെയുള്ള ഒരു നീക്കമുണ്ടായാൽ മാത്രമേ ഹോർമുസ് കടലിടുക്ക് തുറക്കൂ എന്നുള്ള ഒരു നിലപാടാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും US നിർദ്ദേശത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാൻ്റെ ഊർജ്ജ പ്ലാന്റുകൾ അതുപോലെ പാലങ്ങളൊക്കെ തകർക്കുമെന്ന ഭീഷണി അവരും ഗൗരവത്തിൽ എടുക്കുന്നു. ഏതായാലും ഇതിൽ JD വാൻസിൻ്റെ വാക്കുകളാണ് ഒരല്പം ആശ്വാസം ഇപ്പോൾ നൽകുന്നത്. സ്വാഭാവികമായും വലിയ ചർച്ചകൾക്ക് സാധ്യതയുണ്ട് എന്ന് JD വാൻസ് പറയുന്നു. അത് ഏത് തരത്തിലുള്ള ചർച്ചകളായിരിക്കും എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. അത് എത്രത്തോളം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സഹായകരമാകും എന്ന ഒരു പരീക്ഷണമാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ ഉള്ളത്. മാർക്കോ റൂബിയോ ഈ വിഷയം ഗൗരവത്തോടെ എടുക്കുന്നതായി പറയുന്നു. ഇന്ന് ഒരു പ്രധാന വാർത്ത ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം പറയുന്നു. ഈ ചർച്ചകൾ അതല്ലെങ്കിൽ നെഗോസിയേഷൻസ് നടത്തി പ്രശ്നപരിഹാരത്തിലേക്കുള്ള വഴിയുണ്ടാകും എന്നുള്ള പ്രതീക്ഷ മാർക്കോ റൂബിയോ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇത് ഏത് തരത്തിൽ എങ്ങനെ എന്നതിനെ സംബന്ധിച്ചൊന്നും ഒരു കൃത്യമായ ധാരണ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മോർ ന്യൂസ് ലേറ്റർ ടുഡേ ഓൺ ദാറ്റ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ കൂടുതൽ വിവരങ്ങൾ വരാം, പക്ഷേ അത് എന്ത് തരത്തിലുള്ള വിവരങ്ങൾ എന്ന് അറിയില്ല. അതോടൊപ്പം മാർക്കോ റൂബിയോ ന്യൂസിലാൻഡിൻ്റെ വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതുപോലെ മറ്റ് നേതാക്കളുമായൊക്കെ ചില ആശയ സംവാദങ്ങൾ നടത്തുന്നു. ഇതിനിടയിൽ ആണ് ഈ ഇറാനിലുള്ള ടബ്രിസിൽ അവിടെ ഒരു തെർമൽ ഊർജ്ജ കേന്ദ്രം, അതായത് താപവൈദ്യുതി നിലയം ഉണ്ട്. ഈ ഊർജ്ജ കേന്ദ്രത്തിന് സമീപമാണ് ഇപ്പോൾ അവിടെ ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയിട്ടുണ്ട്. അവിടെ ഇറാൻ്റെ ഈ സ്പോർട്സ് വിഭാഗ മന്ത്രി അവിടെ ആളുകളോട് അവിടെ ഒരു ഹ്യൂമൻ ചെയിൻ അല്ലെങ്കിൽ മനുഷ്യ ചങ്ങല രൂപീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ്
ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഒരു ആക്രമണം നടത്തുമെന്ന് പറയുന്നൊരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു മനുഷ്യച്ചങ്ങല രൂപീകരിച്ച് അവിടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ ഉള്ള ശ്രമം നടത്തുന്നത്. ഏതായാലും ഖത്തർ ഇപ്പോൾ ചില പ്രതികരണങ്ങളുമായി വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിയന്ത്രണത്തിന് പുറത്തേക്ക് വരുമോ എന്ന ആശങ്ക അവിടെ വരുന്നു. ഖത്തർ പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു US ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ എല്ലാ പക്ഷങ്ങളോടും യുദ്ധം ഒഴിവാക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം എന്ന് ദോഹ ആവശ്യപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ അവിടുത്തെ ഒരു പ്രാദേശിക സുരക്ഷ, അതുപോലെ അന്താരാഷ്ട്ര നിയമങ്ങൾ, ഇതൊക്കെ വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ടുള്ളൊരു നീക്കമാണ് അവിടെ നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് പറയുന്നു. അതേസമയം ഈ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ അവരുടെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് അവിടെയുള്ളവരെ മാറ്റാനൊക്കെയുള്ള അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുള്ള 3 വർഷത്തിലധികമായി തടഞ്ഞു വയ്ക്കപ്പെട്ടിട്ടുള്ള ഫ്രഞ്ച് പൗരന്മാരെയൊക്കെ അവിടെ നിന്ന് മാറ്റാനൊക്കെയുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. അവിടെ ഈ ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഫ്രഞ്ച് പൗരന്മാരെയൊക്കെ അവിടുന്ന് മാറ്റാനൊക്കെയുള്ളൊരു ശ്രമം ഫ്രാൻസ് നടത്തുന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. അത് ഇമാനുവൽ മാക്രോണിൻ്റെ ഒരു എക്സ്പോസ്റ്റാണ്. അത് ഈ ഒമാൻ അധികൃതരാണ് അതിനുവേണ്ടിയുള്ള സഹായം ചെയ്തത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുമുണ്ട്. അപ്പോൾ വലിയൊരു ആശങ്കയിലേക്ക് ലോകം നീങ്ങുന്നു. ലോകം ഒരു ആശങ്കയുടെ മുൾമുനയിലാണ്. എന്ത് സംഭവിക്കും, ഈ യുദ്ധം എങ്ങനെ പരിണമിക്കും, ഇതിൻ്റെ ഒരു അനന്തരഫലമായി ഇപ്പോൾ തന്നെ ഓഹരി വിപണികളിൽ അതിൻ്റെ പ്രത്യാഘാതം വന്നു കഴിഞ്ഞു. ഓഹരി വിപണി നേരിയ തോതിൽ ഇടിവിലേക്ക് നീങ്ങുന്നു. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ വിപണിയാണ് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഈ യൂറോപ്പിലെ വിപണികൾക്കും അത് പ്രശ്നമായിട്ടുണ്ട്. എണ്ണവില $115 കയറിയിട്ടുണ്ട്. അപ്പോൾ എണ്ണവില വർദ്ധിക്കുന്നു, ഓഹരിയിൽ വിപണിയിൽ അതിൻ്റെ പ്രത്യാഘാതമുണ്ടാകുന്നു. അങ്ങനെ ലോകം അനുനിമിഷം ഈ വിഷയത്തിൽ എങ്ങനെ ഇത് പര്യവസാനിക്കുമെന്നത് വളരെ ഗൗരവമുള്ള ചർച്ചകൾ തന്നെയാണ് ലോകമെമ്പാടും നടക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങളൊക്കെ പല മേഖലകളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ വീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എണ്ണവിലയിലാവട്ടെ, മാർക്കറ്റിലാവട്ടെ, എല്ലാം. എന്തായാലും ട്രംപിൻ്റെ ആ പ്രഖ്യാപനം അത് എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് എങ്ങനെയാണ് ഇനി നാളെ നേരം പുലരുമ്പോൾ എന്താണ് നമ്മൾ കേൾക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 5:30 ഇന്ത്യൻ സമയം 5:30 ഈ ട്രംപ് പറഞ്ഞ ടൈം. എന്താണെന്ന് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.